എടി അവരെല്ലാം കൂടി നിന്ന് കടലാണ്, നമുക്ക് ആ സമയം കണ്ടേ ഒരു കാര്യം ചെയ്താലോ? നമുക്കാണെങ്കിലേ എന്തെങ്കിലും കളി കളിക്കാം. അതിനാണ് ഇത്ര ആമുഖം ചേച്ചി. ഞാൻ വിചാരിച്ചു എന്തോ നീ പറയാൻ പോന്നെന്ന്. അത് തന്നെ ഞാൻ ഓർത്ത് എന്ത് വിളി പറയാൻ പോകുന്നത്. എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുസൃതി ചോദ്യം കളിച്ചാലോ? ഹായ് ശരി ചേച്ചി, കുസൃതി ചോദ്യം മത്സരം കളിക്കാം. നമുക്ക് അമ്മമ്മ കൂടെ വിളിക്കാം. നാണിയമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ നിങ്ങൾ അവിടെ നിന്ന് കളിക്കാൻ നോക്ക്, അമ്മ ഇവിടെ നിന്ന് കടല കാണട്ടെ. അമ്മ വേറൊന്നുമല്ല അമ്മേ, ഞാൻ കുസൃതി ചോദ്യം മത്സരം കളിക്കാൻ പോവാ. അമ്മമ്മ കൂടെ വിളിച്ചതാ. ആഹാ, കുസൃതി ചോദ്യം മത്സരമോ? അതെനിക്ക് വലിയ താല്പര്യം. എന്നാൽ ഞാനിവിടെ വരാം, ഇവരവിടെ നിന്ന് കാണാൻ കാണട്ടെ. അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. പണ്ട് അവരോട് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുസൃതി ചോദ്യം മത്സരമൊക്കെ. ശാന്തേച്ചി വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നില്ലേ ചേച്ചി? അന്ന് പോയതല്ലേ, ഇപ്പം എത്ര മാസമായി? 1 വർഷം ആറായല്ലോ. പിന്നെന്താ പിന്നെ വരാത്തത് ഗൾഫിൽ നിന്ന്? അയ്യോ, ഞാൻ പറഞ്ഞത് ശാരദയോട് പറയാൻ മറന്നു. അടുത്ത ആഴ്ച വരുന്നുണ്ട് ലീവിന്. ഒരു 3 മാസത്തേക്ക് കാണുമായിരിക്കും. എന്നാ പിന്നെ രക്ഷപ്പെട്ട്. ചേച്ചിക്ക് ഇനി ഭാരമില്ലല്ലോ, ജോലി ഭാരം. ഇവിടെ ഇരിക്കാം മക്കളെ, നമുക്ക് കളിക്കാൻ വേണ്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര് ചോദിക്കും? ഞാൻ ചോദിക്കാം. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷേ നമുക്ക് തുണി കഴുകാനോ കൈ കഴുകാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് തുണി കഴുകാനോ സോറി ഞാൻ ഒന്നും പറയട്ടെ. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷെ നമുക്ക് അതുകൊണ്ട് തുണി കഴുകാനോ കുടിക്കാനോ ഒന്നും പറ്റത്തില്ല. പറയണം, എന്താ ഉത്തരം പറയോ? പാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ടോ? പാത്രം നിറയെ കാണത്തില്ലായിരിക്കും, പകുതി കാണത്തുള്ളായിരിക്കും വെള്ളം. അല്ലല്ല, തെറ്റ്. അയ്യോ പിന്നെ എന്തുവാടി? ഞാൻ പറയാം, ഞാൻ ആലോചിക്കട്ടെ. ചേച്ചി ഞാൻ പറയട്ടെ, ആ വെള്ളം ആണെങ്കിൽ അഴുക്ക് വെള്ളമാണ്. അയ്യോ കുട്ടുമ്പോൾ ഉത്തരം പറഞ്ഞു. ആര് പറഞ്ഞു ഉത്തരം പറഞ്ഞു? അവൻ പറഞ്ഞ പൊട്ടക്കെറ്റാ. അതൊന്നല്ല ഉത്തരം. ചേച്ചി ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ. ഇല്ല ക്വസ്റ്റ്യൻ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, ഇനിയില്ല. ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറ, ഒറ്റ തവണ കൂടെ. ഒന്നുകൂടെ പറയാം എന്തായാലും. ഇനി അങ്ങനെ എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത് കേട്ടോ. ഈ ഒറ്റ പ്രാവശ്യം ഞാൻ പറയത്തുള്ളൂ. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷേ എനിക്ക് പിന്നെ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്, അത് അങ്ങ് കുടിക്കാനോ നമുക്ക് തുണി കഴുകാനോ ഒന്നും പറ്റത്തില്ല. എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ മോളെ. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ടല്ലേ ഉള്ളത്, അല്ലാതെ വെള്ളമല്ലല്ലോ ഉള്ളത്. എനിക്ക് മനസ്സിൽ ചെറുതായിട്ട് തോന്നി, എന്നാലും ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോ തോന്നും, ഉത്തരം കേട്ടോ അങ്ങനൊക്കെ തോന്നും. ഇനി എനിക്കൊരു ശ്രദ്ധിക്കും, ഞാൻ ചോദിക്കാം. ഒരു കമ്പ്യൂട്ടർ എനിക്ക് ഇരുന്ന് വിയർത്ത് കുളിക്കുമായിരുന്നു. അതിന്റെ കാര്യം എന്താ ആർക്കെങ്കിലും പറയാമോ? കമ്പ്യൂട്ടർ വിയർത്ത് കുളിക്കുമായിരുന്നു. എന്റെ കമ്പ്യൂട്ടർ എന്താടി കമ്പ്യൂട്ടർ വിയർത്ത് കുളിച്ചെന്നോ? ആ മുറിക്കകത്ത് വാനിട്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ട് കമ്പ്യൂട്ടർ വിയർത്ത് കുളിച്ചത്. അതൊന്നും അല്ല, കമ്പ്യൂട്ടർ കുളിച്ചില്ലായിരിക്കും. അതാ പിന്നെ കമ്പ്യൂട്ടർ എത്ര കുളിക്കുന്നറിയപ്പോടി? കമ്പ്യൂട്ടർ ചിലപ്പോൾ കമ്പിളിപ്പത് പോലെ ഇട്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും. നോ അതൊന്നും അല്ല ആൻസർ. പക്ഷേ നമുക്ക് അതിന് IT പഠിക്കാനുള്ളതല്ലേ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ. ഞാൻ ആലോചിക്കട്ടെ. ഇപ്പൊ ആരും പറയില്ല ആൻസർ. പിന്നെ ആരും പറയുന്നോ? നിനക്ക് മാത്രം പറയാനുള്ള അവകാശം. എല്ലാം അറിയാവുന്നവർ പറയട്ടെ. അറിയാതെ എന്താ പൊട്ടത്തരം പറയില്ല. എന്തായാലും ഞാൻ തന്നെ ആൻസർ പറയും ഇതിനകത്ത്. ചേച്ചി കമ്പ്യൂട്ടർ ആണെങ്കിൽ ചൂടുവെള്ളം കുടിച്ചു, അതുകൊണ്ടാ വിയർത്ത് കുളിക്കുന്നത്. ആൻസർ അതല്ല, പക്ഷെ അതൊക്കെ ഏകദേശം ശരിയാണ് പറയുന്നത്. പക്ഷെ റിയൽ ആയിട്ടുള്ള ആൻസർ അതല്ല. എനിക്കറിയത്തില്ല മോളെ, ഞാൻ പാസ് ചെയ്യുക. ഞാൻ പറയട്ടെ, ഇനി ശരിയാണോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, ആ കമ്പ്യൂട്ടറിന് വിൻഡോസ് ഇല്ലായിരുന്നു. ശരിയാണ് അമ്മണി നീ പറഞ്ഞത്. അവള് കണ്ടുപിടിച്ചല്ലോ. എനിക്കൊരു പോയിന്റ് കിട്ടി. അങ്ങനെ നാണയമ്മയ്ക്ക് എനിക്ക് ഓരോരോ പോയിന്റ് വെച്ച് കിട്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ തണുത്തുറഞ്ഞിരിക്കുന്ന അക്ഷരം ഏതെന്നറിയാമോ? തണുത്തിരിക്കുന്ന അക്ഷരം AC. പോടാ, അത് 2 അക്ഷരം ഇല്ലേ? AC കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, സി ഒന്നും അല്ല. അയ്യോ സോറി തെറ്റിപ്പോയോ. C അല്ല, B. AC-യുടെ നടത്തിലിരിക്കുന്നത് ABC. സോറി B ആൻസർ. എടി അപ്പൊ നിനക്ക് കിട്ടില്ല ഒരു പോയിന്റ്. അങ്ങനെ നമുക്ക് 3 കിട്ടി. നാണയമ്മയ്ക്ക് അമ്മിണിക്ക് എനിക്ക് ഓരോ പോയിന്റ് വെച്ച്. ഇനി പോയിന്റ്സ് കിട്ടാനുള്ളത് നിങ്ങൾ 2 ഉള്ളൂ, കുട്ടുമോനും മാളൂട്ടിക്കും. ഇനി ആരാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? ഇനി ഞാൻ ചോദിക്കാം ക്വസ്റ്റ്യൻ. ഒരാൾക്ക് വീട്ടിൽ പിന്നെ കുളിക്കണം, പക്ഷെ അവിടെ ആണെങ്കിൽ ഉപ്പും പിന്നെ പായസവും മാത്രമേ ഉള്ളൂ. എങ്ങനെ അയാൾ കുളിക്കും? ഒരാൾക്ക് വീട്ടിൽ കുളിക്കണം, പക്ഷെ അവിടെ ആണെങ്കിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ. അയാൾ അങ്ങനെ കുളിക്കും അല്ലേ? നാലേക്കട്ടെ അമ്മമ്മേ. അതെങ്ങനെ കുളിക്കും? അയാൾ പായസം എടുത്ത് കുടിക്കും, ഉപ്പ് എടുത്ത് കളയും, എന്നിട്ട് കുളിക്കും. തെറ്റ്. ഞാൻ പറയട്ടെ, അയാളെങ്കിൽ ദേഹം മൊത്തം അഴുക്കായിരുന്നു, അപ്പൊ അയാളെങ്കിൽ ദേഹത്ത് മൊത്തം ഉപ്പ് തേച്ച്, എന്നിട്ട് അന്നേരം അഴുക്കല്ല ഇളകി പോലെ അങ്ങനെ ഉപ്പ് തേച്ച് കുളിക്കും. അമ്മമ്മേ അതും തെറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ നാലേക്കിട്ടൊരു മിനിറ്റ്. ഞാൻ പറയട്ടെ, അയാൾ ഉപ്പ് പായസത്തിലെടുത്ത് മുക്കും, അപ്പം പായസം എങ്കിൽ കുളമാകും. സാധാരണ പായസത്തിൽ നമ്മൾ ഉപ്പല്ലല്ലോ ചേർക്കുന്നത്, പഞ്ചസാര ഇല്ല ചേർക്കുന്നത്. അതിന് വരെ അവർ ഉപ്പെടുത്ത് പായസത്തിൽ ചേർക്കും, അപ്പം അത് കുളമാകും. ആ കുളത്തിൽ കുളിക്കും. കറക്റ്റ്. എന്റെ ദൈവമേ, ഞാനിങ്ങനെ ആലോചിച്ച പോലും ഇല്ല. ഇതൊരു വല്ലാത്ത ഉത്തരവായിപ്പോയി. ശരി, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. ഞങ്ങൾക്കെങ്ങനെ അറിയാമായിരുന്നു? അപ്പൊ എനിക്കും പോയിന്റ് ആയല്ലോ. എനിക്ക് മാത്രമേ ഉള്ളൂ പോയിന്റ് കിട്ടാൻ. അയ്യോ പാവം കുട്ടുമൻ. മോന് കിട്ടും കേട്ടോ, ശ്രമിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഡാഡി മമ്മി ആകുന്ന സ്ഥലം ഏതാ? ഡാഡി മമ്മി ആകുന്ന സ്ഥലോ? അത് അമേരിക്കയാണോ? അല്ലല്ല. ഞാൻ പറയട്ടെ, ഈജിപ്റ്റ്. അയ്യോ കറക്റ്റ്, ഈജിപ്റ്റാ. എനിക്ക് 2 പോയിന്റ്. എന്റെ ദൈവമേ, ഈ മാളൂട്ടി അടിച്ചു കയറി വരുമെന്നല്ലോ.
ചോദിക്കട്ടെ? കുറെ നേരം കൊണ്ട് നീ ചോദിക്കണേ, ഞാൻ ചോദിക്കാം. ആ എന്നാ അവള് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവേത്? വാഴപ്പൂ. വാഴപ്പൂ എന്തൊരു പൂവാടി? നീ ഒരു വാഴയായിട്ട് നീ എന്ന് പറഞ്ഞത്. നീയാ വാഴ. നീയാ വാഴ, വാഴ 2. നീ വാഴച്ചൂന്റെ കാര്യം പറഞ്ഞ് അടി ഇടാതെ ഞാൻ ഉത്തരം പറയാൻ പോവാ. ഞാൻ പറയട്ടെ, മാമ്പൂവ്, മാവിന്റെ പൂവ്. അതെന്താ മാവിന്റെ പൂവ് തലേ ചൂടിന്ന് എന്ത് കുഴപ്പം? തലേ വേണമെങ്കിൽ ചൂടാല്ലോ. മാവിന്റെ പൂവ് ആരുടെ തലേ ചൂടുന്നത്? എടി ആ ചൂടിന്ന് പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ല. നമ്മൾ സാധാരണ ചൂടാറില്ല, പക്ഷെ ചൂടിന്ന് പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ല. ഇത് അങ്ങനല്ല, ഇത് ഒരിക്കലും ചൂടാൻ പറ്റത്തില്ല. അതാ ഉത്തരവിന്റെ. ഞാൻ പറയട്ടെ, ഷാമ്പു. കുട്ടുമ്പോ നീ പറഞ്ഞത് കറക്റ്റാണോ? സത്യം ചേച്ചി, ചുമ്മാ കള്ളം പറയരുത്, സത്യം. അതാ കറക്റ്റ്. ശരിയാ, ഷാമ്പു നമുക്ക് മുടി ചൂടാൻ പറ്റത്തില്ല. കറക്റ്റ്. അങ്ങനെ കുട്ടുപോലെ ഒരു പോയിന്റ് കിട്ടി. ആ മിടുക്കൻ. നമ്മളാരും അത് ആലോചിച്ചില്ലേ. നീ അടുത്ത ക്വസ്റ്റ്യൻ ആര് ചോദിക്കും? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. മാളോട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അവളെ ചോദിക്കട്ടെ. ഞാൻ ഇടയ്ക്കങ്ങോട്ട് ചോദിച്ചായിരുന്നു തോന്നുന്നു. എന്നാലും ഞാൻ ചോദിക്കാം ഇപ്പം. അമ്മൂമ്മ പിന്നെ ചോദിച്ചാൽ മതി. മനുഷ്യൻ ആദ്യമായിട്ട് ചവിട്ടിയ പാത്രം ഏത്? ഗർഭപാത്രം. അയ്യോ കറക്റ്റ് അമ്മൂമ്മേ. അതാ അമ്മൂമ്മയ്ക്ക് സിമ്പിൾ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. ആ പയ്യന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ പയ്യനും ഇഷ്ടമായി. പക്ഷേ കല്യാണം നടന്നില്ല. അവർക്ക് പൈസ ഇല്ലായിരുന്നു കെട്ടാന്. പൈസ ഇല്ലായിരുന്നു. അവനാണ് കൊള്ളാം. പയ്യനാണെങ്കിലേ വേറെ പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അതൊന്നും അല്ല ഉത്തരം. പിള്ളേരുടെ മനസ്സിരിപ്പുണ്ടോ? നീ ഉത്തരം പറയടി അമ്മണി. ഞാൻ ആലോചിക്കട്ടെ, പക്ഷെ എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നാണയമാൻ്റെ പറ നല്ലത്. അത് ശരിയാ, നാണയമാനാണ്, എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. ആ പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട്, പെണ്ണിനെ പയ്യനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കല്യാണം നടന്നില്ല. എന്തുകൊണ്ട്? എന്റെ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. ആര് പറഞ്ഞു? അമ്മണി പറഞ്ഞതോ കറക്റ്റ്. അതെ അതെ കറക്റ്റാ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെ. ആ പയ്യൻ പെണ്ണ് കാണാൻ പോയേ. ആ പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ പയ്യൻ ഇഷ്ടപ്പെട്ടു. അതായത് ആ പെണ്ണിന് പയ്യനെ ഇഷ്ടപ്പെട്ടതല്ലല്ലോ പറഞ്ഞത്. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. ആഹാ, എല്ലാരും കളിയൊക്കെ കഴിഞ്ഞില്ലേ? കുസൃതി ചോദ്യം മനസ്സിലാക്കേ. ആര് ജയിച്ച്? ആഹാ, നിങ്ങൾ എത്തിയോ? എന്നാലും നമുക്കങ്ങ് പോവാം മക്കളെ വീട്ടിൽ. ഇനിയിപ്പോ സന്ധ്യ ആകൂല്ലേ? ആ പിള്ളേരുടെ തന്നെ ആഗ്രഹമല്ലേ അമ്മേ. നമുക്കിനി കുറച്ചു നേരം കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് കറങ്ങി വന്നിട്ട് പോകാം. പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാം. ഇവിടെ വേണ്ട ആ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ആ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പിന്നെ ന്യൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം. എന്തായാലും എല്ലാവരും കുസൃതി ചോദ്യ മത്സരമൊക്കെ എൻജോയ് ചെയ്തല്ലോ. ഇനി അടുത്ത തവണയായിട്ട് ഞങ്ങളും കൂടെ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.